പഠനത്തിലായിട്ട് ഒരവസരം ഒരുക്കിയിരിക്കാതെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. യാഗങ്ങളെന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ കഴിഞ്ഞ ചില 1-2 ആഴ്ച കാലമായിട്ട് പ്രിയ സഹോദരൻ സംസഗ്രഹം നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തുടർന്ന് അതിനെപ്പറ്റി നമ്മളെ പഠിപ്പിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച നാം കേട്ടതായ വിഷയം ഹോമയാഗം അല്ലെങ്കിൽ ദഹനയാഗം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അതിന്റെ പ്രധാനമായിട്ട് യാഗവസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിട്ടിരുന്നത്. അതിന് പലർക്കും ഓരോരുത്തരുടെയും സ്ഥിതി അനുസരിച്ച്, സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് യാഗമൃഗങ്ങൾക്ക് വ്യത്യാസമുണ്ട്. കാളയെ അർപ്പിക്കുന്നവരുണ്ട്, അതുപോലെ കോലാട് ചെമ്പലാടിനെ അർപ്പിക്കുന്നവരുണ്ട്, പ്രാവിനെ അർപ്പിക്കുന്നവരുണ്ട്. ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി. വിശേഷം നാം ഓർക്കുമ്പോൾ അതൊക്കെയും കാണിക്കുന്നത് നമ്മുടെ കർത്താവിനെയാണ്. ഊനമില്ലാത്ത കുഞ്ഞാട്. യോഹന്നാൻ പറഞ്ഞതുപോലെ ഇതാ ലോകത്തിന്റെ പാപത്തെ ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി പ്രിയദാസ് സംസാരിക്കേണ്ടായി. തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങളിൽ നമുക്ക് കേൾക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ഇപ്പോൾ പ്രിയദാസം നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ഓവർ ടു മിസ്റ്റർ സാംസഗ്രിയ. ദൈവത്തിന് മഹത്വം. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാനും ദൈവവചനം ചിന്തിക്കുവാനും ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളില് ഹോമയാഗത്തെ സംബന്ധിച്ച് ഹോമയാഗ മൃഗങ്ങളും പക്ഷികളും അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് സാദൃശ്യം വഹിക്കത്തക്ക നിലയിൽ കാള അത് അനുസരണമുള്ള മൃഗമാണ്, അത് യജമാന സ്നേഹമുള്ള മൃഗമാണ്, ശുശ്രൂഷയ്ക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന മൃഗമാണ്. ആ നിലയിൽ കാളയെ യാഗമർപ്പിക്കാം. അതുപോലെ ചെമ്മരിയാടും കോലാടും സൗമ്യതയുടെ പര്യായമായിട്ടാണ് നമുക്ക് ചെമ്മരിയാടിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൂടാതെ കോലാടിനെയും യാഗമർപ്പിക്കാം. കോലാട് ചന്തമായ നടപ്പിന് സാദൃശ്യമായിട്ട് നാം സദൃശവാക്യങ്ങളിലൂടെ ഓർക്കുകയുണ്ടായി. എന്നാൽ അതേ സമയത്ത് തേജസ്സിന്റെ സിംഹാസനത്തിലെ ന്യായവിധിയിൽ ആ കോലാടിനെ നാം കാണുന്നത് ശപിക്കപ്പെട്ട പാപിയുടെ സ്ഥാനത്താണ്. ഇത് രണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് യോജിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ കർത്താവ് ശാന്തതയും സൗമ്യതയും ഉള്ളവനായി അനുസരണമുള്ള ഒരു കുഞ്ഞാടിനെ പോലെ നമുക്ക് വേണ്ടി സ്വമനസോടെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിലേക്ക് കടന്നുപോയ രംഗം നമുക്ക് ഓർക്കുവാൻ കഴിയും. ശപിക്കപ്പെട്ട ആ പാപിയുടെ സ്ഥാനത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. അത് മാത്രമല്ല, പക്ഷികളുടെ കൂട്ടത്തിൽ പ്രാവിനെ യാഗമർപ്പിക്കാം എന്ന് നാം ശ്രദ്ധിക്കുകയുണ്ടായി. പ്രാവ് നിഷ്കളങ്ക പക്ഷിയാണ്. അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. ഒരു വിശുദ്ധ പക്ഷിയാണ്. യഹൂദ ജനത്തിന് ഭക്ഷിക്കാവുന്ന പക്ഷികളുടെ ഗണത്തിൽ പ്രാവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പക്ഷിയെ യാഗമർപ്പിക്കുക എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് സാദൃശ്യം വഹിക്കുവാൻ പ്രാവ് മതിയായതായിരുന്നു. അത് മാത്രമല്ല, പ്രാവ് ദരിദ്രരുടെ യാഗവസ്തുവാണ് എന്ന് ഓർപ്പിക്കുകയുണ്ടായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആദ്യമായിട്ട് യോസേഫും മറിയയും കൂടെ ദൈവാലയത്തിൽ കൊണ്ടുവന്ന സന്ദർഭത്തിൽ പ്രാവിനെയാണ് വന്നത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഓരോ യാഗമൃഗങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന യോഗ്യതകൾ നാം പരിഗണിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകളുമായിട്ട് നമുക്കിതിനെ താരതമ്യപ്പെടുത്തി ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. ഇനി യാഗ വ്യവസ്ഥകളെ സംബന്ധിച്ചാണ് തുടർന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. യാഗവ്യവസ്ഥകളുണ്ട്, യാഗവിധമുണ്ട്, യാഗ നിർദ്ദേശങ്ങളുണ്ട്. ഇത് മൂന്നും ഇന്നത്തെ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നില്ല. എന്നിരുന്നാലും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നിടത്തോളം കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് യാഗവ്യവസ്ഥകളെ സംബന്ധിച്ചാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. നാം പ്രാരംഭ ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ യാഗവ്യവസ്ഥകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായത്തിലും അതുപോലെ 1-ാം അധ്യായത്തിലും നമുക്ക് ഭാഗികമായിട്ട് അതിന്റെ വ്യവസ്ഥകളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിന്റെ 8 മുതൽ
13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചു കേൾക്കാം. അത് നമുക്ക് സഹായകമായിരിക്കും, നമ്മുടെ തുടർന്നുള്ള ചിന്തയ്ക്ക് അത് സഹായകമായിരിക്കും. ലേവ്യ പുസ്തകം 6-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. Leviticus chapter 6 verse 8 to 13. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, ഹോമയാഗത്തിന്റെ പ്രമാണമാവിത്. ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ് വരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേൽ ഇരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ട് ഉള്ള അങ്കി ധരിച്ച് പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ തൻ്റെ നഗ്നത മറച്ചുകൊണ്ട് പീഠത്തിന്മേൽ ഹോമയാഗം ദഹിച്ചുണ്ടായ വെണ്ണീർ എടുത്ത് യാഗപീഠത്തിന്റെ ഒരു വശത്ത് ഇടണം. അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ട് പോകണം. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാനയാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. അത് സന്ദർഭോചിതമായിട്ട് നമുക്ക് വായിക്കാം. യാഗ വ്യവസ്ഥകളും യാഗനിർദ്ദേശങ്ങളും യാഗവിധവും വ്യക്തമായിട്ട് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ യാഗത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ വ്യവസ്ഥകൾ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, ഞാൻ പ്രാരംഭത്തിൽ ഈ ക്ലാസ് ആരംഭിച്ചപ്പോൾ ഓർപ്പിക്കുകയുണ്ടായി, ഇത് വഴിപാടായിട്ട് അർപ്പിക്കുകയാണ്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നു എങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവനതിനെ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ വെച്ച് അർപ്പിക്കണം. അപ്പോൾ ഇവിടെ യാഗവ്യവസ്ഥകളോടുള്ള ബന്ധത്തിൽ പറയുന്നത്, അർപ്പകൻ സ്വമേധയാ അർപ്പിക്കുന്നതായിരിക്കണം ഈ യാഗം എന്നുള്ളതാണ്. ആരുടെയും നിർബന്ധം ഇതിന്റെ പിന്നിലില്ല. സ്വമേധയാ അർപ്പിക്കുന്ന യാഗമാണ് ഹോമയാഗം. അപ്പൊ പാപയാഗവും അകൃത്യയാഗവും നിർബന്ധമായും അർപ്പിച്ചേ മതിയാകൂ. ഒരുവൻ പാപം ചെയ്താൽ അവൻ നിർബന്ധമായിട്ടും യാഗം കഴിക്കണം. എന്നാൽ ഇവിടെ സൗരഭ്യവാസന യാഗങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ സ്വമേധയാ അർപ്പിക്കുന്നതാണ്. അത് ആരാധനയ്ക്ക് തുല്യമാണ്. ഒരുവൻ കർത്താവിനെ ആരാധിക്കുന്നത് സ്വമേധയാ ദൈവത്തിന് അർപ്പിക്കുന്ന സ്തുതി സ്തോത്രങ്ങളാണ്. ദൈവാത്മ പ്രേരണയാൽ ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയാണ്, സ്വമനസ്സോടുകൂടെയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെടുന്നതിനോടുള്ള ബന്ധത്തിൽ, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കർത്താവ് യാഗമായി തീരുന്നത്. 40-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിന്റെ നിവൃത്തിയായിട്ട് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വമേധയാ അർപ്പിക്കപ്പെട്ട യാഗമായിരുന്നു നമ്മുടെ കർത്താവിന്റെ യാഗം എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നാം പഴയ നിയമത്തില് ഇതിനോടനുബന്ധിച്ചൊരു സാദൃശ്യമായിട്ട് യാക്കോബ് തന്റെ ഇഷ്ടപുത്രനായ യോസേഫിനെ സഹോദരക്ഷേമം അന്വേഷിപ്പാനായിട്ട് അയക്കുന്നതായ രംഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഹോദരക്ഷേമം അന്വേഷിക്കുവാനായിട്ട് യാക്കോബിനെ സംബന്ധിച്ചോളം യാക്കോബ് തന്റെ മക്കളിൽ ഇഷ്ടമകനായിട്ട് യോസേഫിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു അങ്കിയൊക്കെ പ്രത്യേകമായിട്ട് യോസേഫിനെ തയ്പ്പിച്ചു കൊടുത്തു. അതിൽ തന്റെ സഹോദരന്മാർക്ക് പകയുണ്ടായിരുന്നതായിട്ടൊക്കെ നാം വായിക്കുന്നുണ്ട്. എന്നാലും
യോസേഫ് അപ്പനോട് കൂടെ ആയിരുന്നു, യാക്കോബിനോട് കൂടെ ആയിരുന്നു. മറ്റ് സഹോദരങ്ങള് ആടിനെ മേയ്ക്കുവാനായിട്ട് കാട്ടുപ്രദേശങ്ങളിലേക്ക് യാത്ര പോയി. നാളുകൾ ചിലത് കഴിഞ്ഞിട്ടും അവരുടെ വിവരങ്ങളൊന്നും അറിയുവാനായിട്ട് ഇപ്പോഴത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അപ്പൻ തന്റെ മക്കളെ കുറിച്ച് ചിന്താഭാരമുള്ളവനായിട്ട് യോസേഫിനോട് പറയുന്നു, മകനെ, നിന്റെ സഹോദരങ്ങൾ ആടിനെയും കൊണ്ട് കാട്ടിലേക്ക് പോയിട്ട് നാളുകളായി, ഒരു വിവരവും അറിയുന്നില്ല. നിനക്ക് അവരുടെ ക്ഷേമം അന്വേഷിച്ച് മടങ്ങി വരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് യോസേഫ് പറയുന്ന വാക്കുകൾ നമുക്ക് പ്രത്യേകം ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പോകാം. അപ്പൻ പറഞ്ഞ മാത്രയിൽ അനുസരണത്തോടുകൂടെ തന്റെ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിപ്പാൻ യോസേഫ് പോകുവാൻ തയ്യാറെടുക്കുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ ഇഷ്ടപുത്രനായിട്ട് ലോകത്തിലേക്ക് നമ്മുടെ ക്ഷേമം അന്വേഷിപ്പാനായിട്ട്, അല്ലെങ്കിൽ അത് സാദൃശ്യമാണ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീരുവാൻ നമ്മുടെ കർത്താവ് പൂർണ്ണ മനസ്സോടുകൂടെ ലോകത്തിലേക്ക് കടന്നു വരുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. ക്രൂശിലേക്ക് നടന്നു നീങ്ങുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് അർപ്പകൻ സ്വമേധയ അർപ്പിക്കുന്നതായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒരു വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. ഒന്ന്, ഊനമില്ലാത്ത മൃഗമായിരിക്കണം. ഊനമില്ലാത്ത മൃഗം. ഞാനത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സാന്ദർഭികമായിട്ട് ഓർപ്പിക്കുകയുണ്ടായി. യാഗവ്യവസ്ഥകൾ എന്നുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ പോലും ആ കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായത് കൊണ്ട് വിശദമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വർഗവും ഭൂമിയും പാതാളവും ഒരുപോലെ പരിശോധിച്ചു എന്ന് നാം ഓർക്കുകയുണ്ടായി. ഞാൻ ഈ ക്ലാസ്സിലാണോ മറ്റൊരു ക്ലാസ്സിലാണോ അത് പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമല്ല. ഏതായിരുന്നാലും സ്വർഗം പരിശോധിക്കുന്നു. സ്വർഗം പരിശോധിക്കുമ്പോൾ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിന്റെ സ്നാന സമയത്ത് ആ വാക്കുകൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ഭൂമിയിൽ അനേകർ കർത്താവിനെ പരിശോധിച്ചു. ഊനമില്ല എന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ടു. 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. കർത്താവിന്റെയും കയ്യഭാവിന്റെയും മുമ്പിലും സന്നിധിയുടെയും സംഘത്തിന്റെയും മുമ്പിൽ വിസ്തരിച്ചു. കുറ്റമൊന്നും കണ്ടില്ല. പീലാത്തോസിന്റെ മുമ്പിൽ വിസ്തരിച്ചു. അന്നത്തെ സുപ്രീം കോർട്ടാണ് പീലാത്തോസിന്റെ അരമന. ഗവർണറായി പീലാത്തോസ് അവിടെ വിസ്തരിച്ചു. കുറ്റമൊന്നും കണ്ടില്ല. യേശു ഗലീലക്കാരനെന്ന് മനസ്സിലാക്കി ഗലീലയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഹെരോദാവിന്റെ അടുക്കിലേക്ക് അയച്ചു. ഹെരോദാവ് കുറ്റമൊന്നും കണ്ടില്ല. വീണ്ടും പീലാത്തോസിന്റെ അടുക്കൽ പോയിരുന്നു. പീലാത്തോസ് യേശുവിൽ കുറ്റമൊന്നും കാണാഞ്ഞ് പാത്രമെടുത്ത് വെള്ളത്തിൽ കൈ കഴുകി, ഞാൻ ഇവനിൽ കുറ്റം കാണുന്നില്ല, ഇവൻ നീതിമാൻ എന്ന് പീലാത്തോസിന്റെ ഭാര്യയും സാക്ഷിക്കുന്നു. അങ്ങനെ എല്ലാവരും യേശു ക്രിസ്തു നീതിമാനാണ്, പരിശുദ്ധനാണ് എന്ന് സാക്ഷ്യം പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആട്ടിൻകുട്ടിയെ പോലെ നിർദോഷനാണ്, പ്രകാശം പോലെ പരിശുദ്ധനാണ്. ആ യഹൂദന്മാരുടെയും പുറജാതികളുടെയും അഥവാ ജാതികളുടെയും ആത്മീയ യജമാനനും രാജാവുമാണ് യേശു ക്രിസ്തു എന്ന് രാജാറാം മോഹൻ റോയ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാത്മാഗാന്ധിജി യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തു നിർദോഷനാണ്, പാപമില്ലാത്തവനാണ്, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി ജീവൻ ബലിയാക്കി തീർത്തുവെന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അനേക മഹാന്മാര്, ലോക മഹാന്മാര് യേശുക്രിസ്തുവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും യേശുക്രിസ്തുവിനെ കുറിച്ച് ഗുണമില്ലാത്ത വ്യക്തി, പാപമില്ലാത്തവൻ, പരിശുദ്ധൻ എന്ന് വ്യക്തമായി സാക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വർഗവും ഭൂമിയും മാത്രമല്ല പാതാള ലോകം യേശുവിനെ സാക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തു ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ നേരിടുന്നതായ ആ സന്ദർഭം നമുക്ക് ഓർക്കുവാൻ കഴിയും. അപ്പോൾ ഭൂതഗ്രസ്തൻ പറയുന്നത്, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്നാണ് ഭൂതഗ്രസ്തൻ പറയുന്നത്. അവൻ ബാധിച്ചിരുന്നത് പിശാചാണ്. പിശാചിന്റെ ആത്മാവിനെ ബാധിച്ചിരിക്കുകയാണ്. അവനും പറയുന്നത് നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്നാണ്. അങ്ങനെയാണ് സ്വർഗവും ഭൂമിയും പാതാളവും യേശുക്രിസ്തു പവിത്രനാണ്, നിർദോഷനാണ്, പാപമില്ലാത്തവനാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടുവെന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഊനമില്ലാത്തവനെന്ന് പരസ്യമായി വിധി എഴുതി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പെസഹാ കുഞ്ഞാടിനെ യാഗമായിട്ട് അർപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആബീബ് മാസം 10-ാം തീയതി ആ കുഞ്ഞാടിനെ വേർതിരിക്കണം.
14-ാം തീയതി സന്ധ്യായാഗത്തിന്റെ സമയത്ത് വേണം അതിനെ അറുക്കാനെന്ന് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 4 ദിവസത്തെ പരിശോധനയാണ്, കൂലങ്കഷമായിട്ടുള്ള പരിശോധനയാണ്, അംഗം പ്രത്യംഗമായിട്ടുള്ള പരിശോധനയാണ്. ഓരോ പരിശോധനയിലും ആ പരിശോധനകൾ കഴിയുന്തോറും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശിഷ്ടനായി വിളങ്ങുകയാണ്, ശ്രേഷ്ഠനായി മഹാനായി വിളങ്ങുകയാണ്. ഒരു ഊനവുമില്ലാത്ത കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവായ യേശുവിൽ യാതൊരു ഊനവുമില്ലായിരുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാട്, പാപം ചുമക്കുവാൻ യോഗ്യനായ വ്യക്തിയാണ്. ഒരു പാപി മറ്റൊരു പാപിയെ രക്ഷിക്കുവാൻ കഴിയില്ല. ഒരു കുരുടൻ മറ്റൊരു കുരുടനെ വഴി കാണിക്കുവാൻ കഴിയില്ല. അങ്ങനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പാപിക്ക് ഒരു പാപിയെ രക്ഷിക്കുവാൻ കഴിയാത്തത് കൊണ്ട് പാപമില്ലാത്ത പരിശുദ്ധൻ പാപികളായി നമ്മുടെ പാപം ചുമന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നു, പ്രായശ്ചിത്ത യാഗമായി തീർന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഊനമില്ലാത്ത ആണിനെയാണ് അർപ്പിക്കേണ്ടത്. പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്, ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. ഇതിൽ നിന്നാ മനസ്സിലാക്കേണ്ടത്, നാം കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ഈ പുരുഷത്വം കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചോളം ആ തീരുമാനത്തിനുള്ള വ്യക്തത നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ വിശ്വാസത്തിനുള്ള ആരോഗ്യം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ബലം ദൈവത്തിനുള്ളത് എന്ന് ഞാൻ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബലം ദൈവത്തിനുള്ളതാണ്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് എന്ന് നാം 84-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ബലവും ധനവും ജ്ഞാനവും മഹത്വവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അത് നാം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ബലം ദൈവത്തിനുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് അർപ്പിക്കുന്നത് എപ്പോഴും ബലത്തിന്റെ പ്രതീകമായിട്ടുള്ള, പുരുഷത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള ആണിനെയാണ് യാഗമായിട്ട് അർപ്പിക്കേണ്ടത്. ഇവിടെ നമുക്ക് ആ നിലയിൽ ആണിനെ യാഗമർപ്പിക്കുക എന്ന് പറയുന്നത് അത് കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് ആ നിലയിൽ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പിതാവാം ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെയാണ് യാഗമായി അർപ്പിക്കുവാനായിട്ട് ക്രമീകരണം ചെയ്തത്. നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം യാഗമർപ്പിക്കുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ യാഗമർപ്പിക്കണം. ഒരുപക്ഷെ അബ്രഹാമിന് സംശയം തോന്നത്തക്ക നിലയിലായിരുന്നു അവിടെ ദൈവം അരുളി ചെയ്യുന്നതെങ്കിൽ അവൻ യാഗമർപ്പിക്കുവാൻ തീരുമാനിക്കുന്നത് ആദ്യജാതനായിരിക്കുന്ന അല്ലെങ്കിൽ ദാസിയിൽ ജനിച്ച ഇസ്മായിലിനെ ആയിരിക്കാം യാഗമർപ്പിക്കുവാനായിട്ട് തീരുമാനിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് സാദൃശ്യം വഹിക്കേണ്ടതിന് അബ്രഹാം തന്റെ ഏകജാതനായ മകനെ എന്ന് പറഞ്ഞാൽ നീ സ്നേഹിക്കുന്ന ദാസിയുടെ മകനല്ല, പിന്നെയോ സ്വതന്ത്രയുടെ മകനായ ആ സാറയിൽ ജനിച്ച ആ വാഗ്ദത്ത സന്തതിയെ തന്നെ യാഗമർപ്പിക്കണമായിരുന്നു. ആ നിലയിൽ അബ്രഹാം തന്റെ പുത്രനുമായിട്ട് മോറിയാമലയിലേക്ക് കടന്നു പോകുന്ന രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബലം ദൈവത്തിനുള്ളത്. തള്ളയെയും ദീനം പിടിച്ചതിനെയും യാഗം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് നാം മലാഖിയുടെ പ്രവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ആ കാലഘട്ടമായപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു, ദൈവത്തോടുള്ള ബഹുമാനം കുറഞ്ഞു, ആരാധനയുടെ വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്തി. തള്ളയെയും ദീനം പിടിച്ചതിനെയും മുടത്തുള്ളതിനെയും ഉളുക്കിപ്പോയതിനൊക്കെ യാഗമർപ്പിക്കുവാൻ തുടങ്ങി. ഇതിനെ നിന്റെ ദേശാധിപതിക്ക് കൊടുക്കുക, ദേശാധിപതി അതിന് പ്രസാദിക്കുമോ എന്ന് ദൈവം ചോദിക്കുകയാണ്. അത് മാത്രമല്ല, തള്ളയെയും ദീനം പിടിച്ചതിനെയും ആ നിലയിൽ ബലഹീനമായതിനെയൊക്കെ യാഗം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് തിരുവഴുത്തം ഓർപ്പിക്കുകയാണ്. നാം ദൈവത്തിന് അർപ്പിക്കുന്ന യാഗം എങ്ങനെയുള്ളതാണ്? അത് പൂർണ്ണമായിട്ടും ദൈവത്തിന് അർപ്പിക്കുന്ന യാഗം ഊനമില്ലാത്തതായിരിക്കണം. അത് ബലം ദൈവത്തിന് അർപ്പിക്കുന്നതായിരിക്കണം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ള ജീവിതമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ഇന്നത്തെ ആത്മീയ നിലവാരമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് പോലെയാണ് ഇന്ന് പല വിശ്വാസികൾക്കും സംഭവിച്ചിരിക്കുന്നത്.
ജീവൻ വെച്ചതാണോ, രക്ഷിക്കപ്പെട്ടതാണോ എന്ന് മൂക്കിൽ കൈവച്ച് നോക്കണം. ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് നോക്കണം. ആശുപത്രിയിൽ ICUയിൽ കിടക്കുന്ന ഒരു രോഗിക്ക് തുല്യമായിട്ടുള്ള വിശ്വാസ സമൂഹത്തെയാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഞാൻ വിമർശിക്കുകയല്ല, പക്ഷേ ഇന്നത്തെ ആത്മീയ നിലവാരം ആ നിലയിൽ അധപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു ആത്മീയ സന്തോഷവുമില്ല, ഒരു ആത്മീയ ഉത്തേജനവുമില്ല, ചൈതന്യവുമില്ല. വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം, രക്ഷിക്കപ്പെട്ടതാണോ അതോ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടതാണോ സ്നാനപ്പെട്ടു, കൂട്ടായ്മയിലാണോ അതോ ആഴ്ചതോറും കൂടി വരുന്നുണ്ട്, അപ്പം മുറിക്കുന്നുണ്ട് എന്നുള്ള നിലയിൽ നമ്മുടെ ആത്മീയ കൂടിവരവുകൾ വേണ്ടത്ര ചൈതന്യമില്ലാത്ത കൂടിവരവുകളായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമല്ലേ? നാം ചിന്തിച്ചു നോക്കിയാൽ നമുക്കത് ഓർക്കുവാനായിട്ട് സാധിക്കും. നമ്മൾക്ക് ലോകപരമായി ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ഏർപ്പെട്ട് അതിലൊക്കെ മുഴുകി നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നു. ആരാധനയ്ക്ക് നാമമാത്രമായിട്ട് കടന്നു വരുന്നു. മറ്റു കൂടിവരവുകളോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകം നമുക്കതിന് താല്പര്യമില്ല. ആ സമയം നമുക്ക് ലഭിക്കാറില്ല. അങ്ങനെയൊക്കെ നമ്മൾ ആത്മീയമായി വേണ്ടത്ര ആരോഗ്യമില്ലാത്തവരായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം, ബലം ദൈവത്തിന് അർപ്പിക്കത്തക്ക നിലയിൽ നമ്മൾ പുഷ്ടിയുള്ളവർ ഭക്ഷിച്ചാരാധിക്കുന്നതിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ നമ്മൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം എന്നുള്ളത് ദൈവം ഈ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ യാഗമൃഗം ഊനമില്ലാത്തതായിരിക്കണം, യാഗമൃഗം ആണായിരിക്കണം. മാത്രമല്ല, നമ്മള് ദൈവത്തിന് അർപ്പിക്കുന്ന യാഗം എന്ന് പറയുന്നത് ചെലവുള്ള യാഗമാണ് അർപ്പിക്കേണ്ടത്. നമ്മള് അതിനൊരു വാക്യം വായിച്ച് കേൾക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് ആ വാക്യം ലഭിക്കുന്നെങ്കിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 24-ാം വാക്യം. ദാവീദ് അവിടെ യാഗമർപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ളൊരു വചനമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 24-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 21-ാം അധ്യായം 24. ഫസ്റ്റ് ക്രോണിക്സ് ചാപ്റ്റർ 21 വേഴ്സ് 24. ദാവീദ് രാജാവ് ഓർന്നനോട്, അങ്ങനെയല്ല, ഞാൻ മുഴുവിലയ്ക്ക് അത് വാങ്ങുകയുള്ളൂ. നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കുകയില്ല. ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒർന്നാനോട് ദാവീദ് ഒരു സ്ഥലം വാങ്ങുകയാണ്. ഏതാണ്ട് 600 ശേക്കൽ ഒർന്നാന് കൊടുത്തിട്ടാണ്, 600 ശേക്കൽ പൊന്ന് കൊടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങിക്കുന്നത്. അപ്പോൾ ഒർന്നാൻ ദാവീദിനോട് പറയുന്നുണ്ട്, നിനക്കത് സൗജന്യമായി ഞാൻ തരാം, ഞാൻ സൗജന്യമായി തരാൻ അദ്ദേഹം മനസ്സായിരുന്നു. പക്ഷേ ദാവീദ് പറയുകയാണ്, ഞാൻ അതിന്റെ മുഴുവൻ വിലയും തരും. ആ മുഴുവൻ വിലയും തന്നത് വാങ്ങിച്ച് അതിൽ മാത്രമേ ഞാൻ യാഗപീഠം പണിയുകയുള്ളൂ, യാഗം അർപ്പിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. അവിടെ ദാവീദ് എന്നിട്ട് പറയുന്നത്, ഞാൻ ചെലവ് കൂടാതെ ഹോമയാഗം അർപ്പിക്കുകയില്ല. ദൈവത്തിന് അർപ്പിക്കുന്നത് ചെലവുള്ള യാഗമായിരിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ കൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് അർപ്പിക്കുന്നത് ചെലവില്ലാത്ത യാഗമല്ല. സാധാരണ നിലയില് നമ്മുടെ ആരാധനയ്ക്ക് നമ്മൾ പോകുന്നതായ സമയത്ത് ഇന്ന് പല വിശ്വാസികളെ സംബന്ധിച്ചും ഇങ്ങനെ ഒരു അല്പം രസമായിട്ട് ഒരാൾ പറയുന്നുണ്ടായി, നമുക്ക് വിശ്വാസികൾക്ക് 4 ഓണമാണുള്ളത്. ആ 4 ഓണം എന്ന് പറയുന്നത്, ഒന്ന് വന്നോണം, ഇരുന്നോണം, തിന്നോണം, പൊക്കോണം. ഈ 4 ഓണമാണ് വിശ്വാസികൾക്കുള്ളതെന്ന് തമാശായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ നോക്കുകയെ ഇന്ന് എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചോളം അവരാഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വരുന്നു, അവരിയ്ക്കുന്നു, അവരപ്പം മുറിക്കുന്നു, പോകുന്നു. അതിലപ്പുറമായിട്ടൊരു ആത്മീയ വളർച്ചയിലേക്ക് വരുവാനായിട്ട് ആളുകൾക്ക് കഴിയുന്നില്ല. കൂടുതൽ ഉന്മേഷത്തോടുകൂടെ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ കഴിയുന്നില്ല. ആ നിലയിൽ ചെലവില്ലാത്ത യാഗമാണ് ഇത് എന്നുള്ള നിലയിൽ ഞായറാഴ്ച അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം ആരാധന അർപ്പിച്ചിട്ട് പോകുന്ന ഒരു സ്ഥിതി വിശേഷം. എന്റെ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല, സ്വോത്രകാഴ്ച ഉണ്ട്, അത് ഇട്ടെങ്കിൽ ഇട്ടു, അല്ലെങ്കിൽ അത് ആരും കാണുന്നില്ലല്ലോ, രഹസ്യമായിട്ടാണല്ലോ ഇടുന്നത്. അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഉരുട്ടിപ്പരട്ടി ഉള്ള ഒരു രീതിയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് മെച്ചമായതേ ദൈവത്തിന് അർപ്പിക്കാവൂ.
ഒരു സ്ഥലത്ത് സ്തോത്ര കാഴ്ചയായിട്ട് അർപ്പിക്കുന്നത് അതിലെ നോട്ടുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ വളരെ ചില്ലി പൈസകൾ മാത്രമാണ്. പക്ഷെ ഇന്ന് പറഞ്ഞ് ചില്ലിക്കാശുകളൊക്കെ മാറിയിട്ട് കൂടുതലും 10-ന്റെയും 20-ന്റെയും നോട്ടുകൾ സ്തോത്രകാഴ്ച സഞ്ചിയിൽ നിറഞ്ഞിരിക്കുന്നത് കാണാം. പക്ഷേ വലിയ വലിയ നോട്ടുകളൊക്കെ ഉണ്ടായിട്ടും അത് ദൈവത്തിന് അർപ്പിക്കുവാൻ മനസ്സില്ലാതെ ആ നിലയിൽ നമ്മുടെ കർത്താവിന്റെ വേദിക്ക് വേണ്ടി പ്രയോജനപ്പെടേണ്ടതാണല്ലോ ഈ നോട്ടുകളൊക്കെ. പക്ഷെ ആ നിലയിൽ അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ നമ്മുടെ കയ്യിൽ ആ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, നമ്മുടേതായിട്ടുള്ള ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി എത്ര പണം വേണമെങ്കിലും മുടക്കാൻ ഒരു മനസ്സ് കേടുമില്ല. എന്നാൽ സ്തോത്രകാഴ്ച സഞ്ചി വരുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ, പേഴ്സിൽ ഏറ്റവും ചെറിയ നോട്ട് ഏതാണോ അത് തപ്പിയെടുത്ത് സ്തോത്രകാഴ്ച ഇടുന്ന ഒരു സമ്പ്രദായം, അത് ഞാനിത് കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ചെലവുള്ള യാഗമാണ്. ഒരു ദൈവദാസൻ ഒരിക്കൽ പറയുണ്ടായി, എന്നെ ദൈവദിനം പഠിപ്പിച്ചതായ ഒരു ദൈവദാസൻ ഇപ്രകാരം പറയുണ്ടായി, വായിൽ സ്തോത്രം ഉണ്ടായിരിക്കണം. ദൈവത്തെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന നാവ് നമുക്കുണ്ടായിരിക്കണം, സന്തോഷിക്കുന്ന ഹൃദയം ഉണ്ടായിരിക്കണം, ദൈവത്തിന് സ്തോത്രമെന്ന യാഗം അർപ്പിക്കണം. അപ്പോൾ തന്നെ പേഴ്സിൽ പൈസയും ഉണ്ടായിരിക്കണം, നോട്ടും ഉണ്ടായിരിക്കണം. ദൈവത്തിന് അർപ്പിക്കുവാൻ, ദൈവ വേലയ്ക്ക് അർപ്പിക്കുവാൻ ആ നിലയിൽ കരുതലോടുകൂടി വേണം ആരാധനയ്ക്ക് വരുവാൻ എന്ന് ഓർപ്പിക്കുകയുണ്ടായി. ചെലവുള്ള യാഗമാണ് ദൈവത്തിന് അർപ്പിക്കേണ്ടത്. ആ നിലയിൽ ദൈവ ഹോമയാഗം എങ്ങനെയായിരിക്കണം, അതിന്റെ വ്യവസ്ഥകൾ നാം ചിന്തിക്കുമ്പോൾ അത് ഊനമില്ലാത്ത ആണായിരിക്കണം, സ്വമേധയെ അർപ്പിക്കണം, അത് ചെലവുള്ള യാഗമായിരിക്കണം. അടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത് ഇത് സൗരഭ്യവാസനായ യാഗമാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിക്കുകയുണ്ടായി, സൗരഭ്യവാസനായ യാഗം എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിന് അർപ്പിക്കുന്ന യാഗം ദൈവത്തിന് സൗരഭ്യവാസനയായി, സ്വർഗം മണക്കുന്ന ആരാധനയായി മാറണം. യാഗവ്യവസ്ഥകൾ അനുസരിച്ച് യാഗം അർപ്പിച്ചെങ്കിൽ മാത്രമേ അത് ദൈവത്തിന് സൗരഭ്യവാസനയായി തീരുകയുള്ളൂ. എങ്ങനെയെങ്കിലും ആരാധിച്ചാൽ അത് ദൈവത്തിന് സൗരഭ്യവാസനയായി തീരുകയില്ല. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതായത് ദൈവത്തെ ആരാധിക്കുന്നവര്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം എന്നെ വിട്ട് ദൂരത്തകന്നിരിക്കുന്നു, മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പ്രമാണിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ദൈവത്തെ വ്യർത്ഥമായി ഭജിക്കുക, ദൈവത്തെ വ്യർത്ഥമായി ഭജിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരാധിക്കുക എന്നാണ്. വെറുതെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളാണ് അവർക്ക് പ്രമാണമായിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരിമാരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നാം ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം, നീതിയിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. അതുപോലെ നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം, ഭക്തിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. നീതിയിലും വിശുദ്ധിയിലും ആത്മാവിലും സത്യത്തിലും ഭക്തിയോടെ നല്ല മനസാക്ഷിയോടെ അർപ്പിക്കുന്ന ആരാധന ദൈവത്തിന് സുഗ്രാഹ്യമായി തീരും. വ്യവസ്ഥകൾ പാലിക്കാതെയുള്ള ആരാധന ദൈവത്തിന് ആവശ്യമില്ല, അത് ദൈവം വെറുക്കുന്നതാണ്, അവർ വ്യർത്ഥ ഭജിക്കുകയാണ് എന്നുള്ള കാര്യം തിരുവെടുത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്. നാം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ കൽപ്പനകളെ ആദരിച്ച് നിർമ്മല മനസാക്ഷിയോടുകൂടെ ഭക്തിയോടുകൂടി ആരാധിക്കുകയാണ്. നാമ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിക്കുമെന്ന് നാം 5-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവത്തിനുള്ള ഭക്തിയോടുകൂടി ആരാധിക്കുക, നിർമ്മല മനസാക്ഷിയോടുകൂടെ ആരാധിക്കുക. നമ്മുടെ മനസാക്ഷി ശുദ്ധമായിരിക്കണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ പകയും വിദ്വേഷവും വെച്ചുകൊണ്ടുള്ള ആരാധന ദൈവം പ്രസാദിക്കുന്നില്ല. നിർമ്മല മനസാക്ഷിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന മാത്രമേ ദൈവത്തിന് പ്രസാദകരമാകുള്ളൂ. നമ്മുടെ ആരാധന എപ്രകാരം ഇരിക്കുന്നു? നമുക്കറിയാം, കയ്യനും ഹാബേലും ദൈവത്തെ ആരാധിക്കുവാൻ പോയ രംഗം നമുക്കറിയാം. കയ്യനും ആരാധിച്ചു, പക്ഷേ അവന്റെ ഹൃദയത്തിൽ കയ്പുള്ള പകയുണ്ടായിരുന്നു. ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ഒരാളിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചത് കൊണ്ടുണ്ടായ കയ്പും പകയും കയ്യിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ആ കയ്യിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. കയ്യിനാദ്യത്തെ കൊലപാതകനായി മാറ്റപ്പെട്ടു. നിർമ്മല മനസാക്ഷിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന നമ്മുടെ മനസാക്ഷി കൂടെ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം
നമ്മുടെ ഹൃദയത്തിൽ തളിച്ചിരിക്കുകയാണ്. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഹൃദയം വിശ്വാസത്താൽ രക്തം തളിക്കപ്പെട്ട ഹൃദയമാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം നാം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അങ്ങ് ക്രൂശിൽ യാഗമായി തീർന്നത്. അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ നിർമ്മലമായ രക്തം, ആ പരിശുദ്ധമായ രക്തം, ആ പാപമില്ലാത്ത രക്തം എന്റെ പാപക്കറകളെ കഴുകി എന്നെ വെടിപ്പാക്കുന്ന, നിർമ്മല മനസാക്ഷി ഉണ്ടാക്കുന്ന, ആ നിർമ്മല മനസാക്ഷിയോടുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന, അല്ലെ പ്രചോദിപ്പിക്കുന്ന രക്തമാണ്. എബ്രാഹിം 9-ാം അധ്യായത്തില് അതിന്റെ 14-ാം വാക്യത്തിലാണ് ഞാൻ ഓർക്കുന്നു, അവിടെ നാം വായിക്കുന്നുണ്ട്, നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിച്ച് പൂർണ്ണ വിശുദ്ധിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന, നിർമ്മല മനസാക്ഷിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം. അങ്ങനെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ യാഗമാണ് നാം ദൈവത്തിന് അർപ്പിക്കേണ്ടത്. അങ്ങനെ യാഗ വ്യവസ്ഥകളെ സംബന്ധിച്ച് നാം ഇത്രയും കാര്യങ്ങളാണ് ഓർത്തത്. 1, അർപ്പകൻ സ്വമേധയെ അർപ്പിക്കണം. 2, യാഗമൃഗം ആണായിരിക്കണം. 3, യാഗമൃഗം ഊനമില്ലാത്തതായിരിക്കണം. 4, ചെലവുള്ള യാഗമായിരിക്കണം. 5, ഇത് സൗരഭ്യവാസനയായ യാഗമായിട്ട് അർപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം എന്നാണല്ലോ റോമാലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പുതിയ നിയമ പുരോഹിതൻ അർപ്പിക്കേണ്ട യാഗങ്ങളെ സംബന്ധിച്ച് സമയമുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒടുവിലത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ യാഗവ്യവസ്ഥകളെ കുറിച്ചുള്ള കാര്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തത് യാഗവിധത്തെ സംബന്ധിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. യാഗവിധം, യാഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒടുവിൽ വായിച്ച ഭാഗത്തേക്ക് വരുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ അതും കൂടെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് യാഗവിധത്തെ സംബന്ധിച്ച് നമുക്ക് ഓർക്കാം. യാഗവിധം നമുക്ക് ലേവ്യ പുസ്തകത്തിലേക്ക് 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് ശ്രദ്ധിക്കാം. നാം അതിന്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 1:4, Leviticus chapter 1 verse 4. അവൻ ഹോമയാഗത്തിന്റെ തലയിൽ കൈവയ്ക്കണം, എന്നാൽ അത് അവനു വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവന്റെ പേർക്ക് സുഗ്രാഹ്യമാകും. ഇവിടെ യാഗവിധമാണ് നമുക്കിനി ചിന്തിക്കുവാനായിട്ടുള്ളത്. യാഗവിധം, അത് ഇവിടെ ഒന്നാമത് ചെയ്യേണ്ടത്, ഈ യാഗ മൃഗത്തിന്റെ തലയിൽ ആര് യാഗമർപ്പിക്കുവാൻ കൊണ്ടുവന്നിട്ടുള്ളോ ആ അർപ്പകൻ ഈ യാഗമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കണം. ഇതൊരു പ്രത്യേക കാര്യമാണ്. അർപ്പകൻ യാഗമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് ഒരു ഉദ്ദേശമുണ്ട്. ഈ പാപം ചെയ്ത വ്യക്തിയാണല്ലോ ഇവിടെ യാഗപീഠത്തിൽ ഹോമയാഗം അർപ്പിക്കുവാനായിട്ട് വന്നിരിക്കുന്നത്. പാപം ചെയ്ത വ്യക്തിക്ക് പാപമോചനം ആവശ്യമാണ്. പാപമോചനത്തിന് വേണ്ടിയാണ് യാഗം അർപ്പിക്കുന്നത്. നാം ഇന്ന് ഒരു യാഗമൃഗത്തെ കൊണ്ടുവരുന്നില്ല, യാഗം അർപ്പിക്കുന്നില്ല എങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരം യാഗമായി തീർന്നത് കൊണ്ട് ആ യാഗത്തിൽ അധിഷ്ഠിതമായ ഒരു ആരാധനയാണ് നാം ദൈവത്തിന് അർപ്പിക്കുന്നത്. അതുപോലെ ഇവിടെ അർപ്പകൻ യാഗമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഈ അർപ്പകൻ യാഗമൃഗത്തോട് ഏകീഭവിക്കുക, ഒന്നായി തീരുക. യാഗമൃഗത്തോട് ഏകീഭവിക്കുന്നു, ഒന്നായി തീരുന്നു പറയുമ്പോൾ ഈ അർപ്പകൻ സ്വയം സമ്മതിക്കുകയാണ്, അല്ലയോ ഊനമില്ലാത്ത മൃഗമേ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു മൃഗമാണ് അങ്ങ്. എന്നാൽ ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാണ് പാപം ചെയ്തത്. എന്നാൽ എന്റെ പാപത്തിന്റെ ശിക്ഷ എനിക്ക് പകരമായിട്ട് നീ അനുഭവിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നീയാണ് അറുക്കപ്പെടുന്നതെങ്കിലും ഞാൻ നിന്നോട് ഏകീഭവിക്കുന്നു, ഞാൻ നിന്നോട് ഒന്നായി തീരുന്നു, എന്റെ പാപം നിന്റെ തലയിൽ ചുമത്തുന്നു എന്നുള്ളതിന്റെ പ്രതീകമായിട്ടാണ് അർപ്പകൻ യാഗമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുന്നത്. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തിയെന്ന് നാം
യെശയ്യാപ്രവചനം 53 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ, ലേഖനങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ. പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ പാപം ഈ അർപ്പകൻ യാഗമൃഗത്തിന്റെ തലയിൽ ചുമത്തിയിരിക്കുകയാണ്, യാഗമൃഗത്തോട് ഏകീഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചത്. നമുക്ക് പകരമായിട്ട് നാം അനുഭവിക്കേണ്ട ശിക്ഷ ഇതാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തി. അങ്ങനെ നമുക്ക് വേണ്ടി പാപം ചുമത്തപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് കാൽവരിയിലെ ക്രൂശിൽ അറുക്കപ്പെടുന്ന കുഞ്ഞാടിന് നമുക്ക് ലോകസ്ഥാപനം മുതൽ പുററുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ നാം ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നാം പാപത്തിൽ ജനിക്കും, പാപത്തിൽ ജീവിക്കും, പാപത്തിൽ മരിച്ചു നിത്യനാശത്തിലേക്ക് പോകാതിരിക്കുവാൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി യാഗമായി അറുക്കപ്പെട്ട കുഞ്ഞാട് ദൈവം നിത്യതയിൽ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ദൈവം മുന്നമേ തന്റെ ഏകജാതനായ പുത്രനെ അതിനുവേണ്ടി വേർതിരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അർപ്പകൻ ഇതാ യാഗമൃഗത്തിന്റെ തലയിൽ പാപം ചുമത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, അടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ പാപം ചുമത്തപ്പെട്ട കുഞ്ഞാടിനെയാണ് അല്ലെങ്കിൽ കാളയെയാണ് അറുക്കേണ്ടത്. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കേണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. ഇവിടെ 2 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, അർപ്പകൻ പാപം ചുമത്തിയ മൃഗത്തെ യഹോവയുടെ സന്നിധിയിൽ അറുക്കണം. വലിയ ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നത് ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാത്ത ഒരു സ്ഥിതി നമ്മൾ പലർക്കും ഉണ്ടായിരിക്കാം. എന്നാൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചോളം ഈ യാഗം കഴിക്കുവാനായിട്ട് കടന്നു വരുന്ന വ്യക്തി ആര് യാഗമൃഗത്തെ കൊണ്ടുവരുന്നോ ആ വ്യക്തി തന്നെയാണ് ഈ മൃഗത്തെ അറുക്കേണ്ടത്. ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഒരു വലിയ വേദനാജനകമായ കാര്യമാണ് ഈ മൃഗത്തെ അറുക്കുക എന്ന് പറയുന്നത്. പാപം ചുമത്തിയ മൃഗത്തെ അർപ്പകൻ യഹോവയുടെ സന്നിധിയിൽ അറുക്കണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ രക്തം ചിന്തി. ആ രക്തത്താലുള്ള പാപമോചനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രാധാന്യം നമ്മൾ ഓരോ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ആ രക്തത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം പാപക്കറകളെ കഴുകി വെടിപ്പാക്കുവാൻ പര്യാപ്തമായ രക്തമാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറെ രക്തം കൊണ്ടത്രേ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ പാപമോചനമുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ വീണ്ടെടുപ്പുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് തന്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി നടുവേ ചീന്തി, തന്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചീന്തി, തന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള ധാരാളമായ പ്രവേശനം സാധ്യമായിരിക്കുകയാണ്. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം സാധ്യമായിരിക്കുന്നു. സമാഗമന കൂടാരത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ യെരൂശലേം ദൈവാലയത്തെ കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രാകാരം കഴിഞ്ഞ് വിശുദ്ധ സ്ഥലം കഴിഞ്ഞ് അതിപരിശുദ്ധ സ്ഥലം, ആ വിശുദ്ധ സ്ഥലത്തിനും അതിപരിശുദ്ധ സ്ഥലത്തിനും ഇടയിലായിട്ട് ഒരു കട്ടിയേറിയ തിരശീലയുണ്ട്. ആ തിരശീല വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്നതാണ്. ആ തിരശീല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീരുമ്പോൾ, പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് താൻ യാഗമായി തീരുമ്പോൾ ദൈവാലയത്തിലെ തിരശീല മേൽ തൊട്ടടിയോളം 2ആയി ചീന്തപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. എന്താണ് ഇത് വെളിപ്പെടുത്തുന്നത്? ഇവിടെ സാധാരണക്കാരായിരിക്കുന്ന പുരോഹിതന്മാർക്കോ സാധാരണക്കാരായിരിക്കുന്ന വ്യക്തികൾക്കോ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനമില്ല.
ലേവ്യ പുസ്തകവും 16-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ അവിടെ ആണ്ടിൽ ഒരിക്കൽ, വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ വളരെ വിശുദ്ധിയോടുകൂടെ, വളരെ ഭയത്തോടുകൂടെ ആദ്യം തന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം വരുത്തിയിട്ട് അവിടെ 2 ആട്ടുകൊറ്റനെ വേർതിരിക്കുന്നുണ്ട്. അതിലൊന്ന് യഹോവയ്ക്ക് നിന്നും മറ്റൊന്ന് അസസയിൽ നിന്നും ചീട്ടു വീഴുന്നു. അസസയിൽ നിന്ന് ചീട്ടു വീഴുന്ന പോരാട്ടുകൊറ്റനെ ഒരു ആൾവശം വളരെ വിദൂരതയിലേക്ക് കൊണ്ടുപോകുന്നു. യഹോവയ്ക്കുന്ന ചീട്ടു വീണ ആട്ടുകൊറ്റനെ അറുക്കുന്നു. ആ അറുക്കുന്ന രക്തം ഒരു തളികയിൽ ശേഖരിക്കുന്നു. മഹാപുരോഹിതൻ പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് ഈ രക്തവുമായിട്ട് ആകാരവും കടന്ന് വിശുദ്ധ സ്ഥലവും കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. ഇതൊക്കെ നിഴലായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആണ്ടിലൊരിക്കൽ മാത്രമേ ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇതുപോലൊരു യാഗം അർപ്പിക്കപ്പെടുന്നുള്ളൂ. അതുവരെയും ഈ തിരശീല മുഖാന്തരം വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എന്താ പ്രസ്ഥാന ജനത്തെ ഇങ്ങനെ വേർതിരിച്ചിരിക്കുകയാണ്. സാധാരണക്കാർക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല. അവിടെ നിയമപ്പെട്ടകവും കൃപാസനവും ഉണ്ട്. അതിനുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ വർഷത്തൊരിക്കൽ മാത്രമേ ഈ മഹാപുരോഹിതന് കഴിയുമായിരുന്നുള്ളൂ. ജനത്തെ അയിലേനിയെന്നും തിരുമേനിയെന്നും 2ആയി തിരിച്ച് ഇന്നും ആരാധന നടക്കുന്ന അനേക സമുദായങ്ങളുണ്ട്. അവിടെ ജനത്തിന് മധുബഹയിലേക്ക് പ്രവേശനമില്ല. മധുബഹയിലേക്കുള്ള പ്രവേശനം പ്രധാന പുരോഹിതന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ താഴെ നിൽക്കണം, പ്രാകാരത്തിൽ നിൽക്കണം. അതിനിടയില് സാധാരണ പുരോഹിതന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥാനം വേർതിരിച്ചിട്ടുണ്ട്. സാമുദായ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വേർതിരിഞ്ഞു വന്ന മറ്റുള്ളവർക്ക് അതറിയാൻ കഴിയും. ഞാൻ സാമുദായിക പശ്ചാത്തലത്തിൽ നിന്ന് വേർതിരിഞ്ഞു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനത്തെ 2ആയി തിരിച്ചു മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവിടെ മധുബഹായിൽ മഹാപുരോഹിതന് മാത്രം പ്രവേശനം, ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാർ, അവർക്ക് അവിടേക്ക് പ്രവേശനമില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നപ്പോൾ ഇതാ ദൈവാലയത്തിലെ തിരശീല മേലോട്ട് അടിയോളം 2ആയി ചീന്തപ്പെട്ടു. ഇനി അവിടെ പുരോഹിതനെന്നോ ഐവേരിയെന്നോ തിരുമേനിയെന്നോ വ്യത്യാസമില്ല. എല്ലാവരും സഹോദരന്മാർ. ഒരുവനത്രേ നിങ്ങളുടെ പിതാവ്, ഒരുവനത്രേ നിങ്ങളുടെ നായകൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവനാണ് നമ്മുടെ നായകൻ. ആ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിച്ചില്ല എന്ന് നാം വായിക്കുന്നു. നാം വാസ്തവത്തിൽ അവൻ അനേകം പുത്രന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് എന്ന് നാം വായിക്കുന്നത് പോലെ പിതാവാം ദൈവത്തിന്റെ ഏകപുത്രൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നമുക്കും മക്കൾ എന്നുള്ള പദവി ലഭിക്കത്തക്ക നിലയിൽ എബ്രായർ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവനവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിച്ചില്ല. ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാർ എന്നുള്ള പദവിയൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കത്തക്ക നിലയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപം ചുമത്തപ്പെട്ട കുഞ്ഞാടാണ്. ഇതാ അവൻ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അങ്ങനെ പാപം ചുമത്തിയ ആടിനെ അല്ലെങ്കിൽ മൃഗത്തെ അറുക്കണം. അടുത്ത വ്യവസ്ഥ, 3-ാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത്, യാഗവിധത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ യാഗരക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. യാഗരക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. യാഗരക്തം തളിക്കുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി ആ യാഗപീഠത്തിൽ മാത്രമല്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത് മാത്രമല്ല, ആ യാഗപീഠത്തിൽ ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അതിപരിശുദ്ധ സ്ഥലം തുറക്കപ്പെട്ടു. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലം തുറന്ന് ഇസ്രായേലിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ യാഗത്തിൽ തളികയിൽ ശേഖരിച്ചിരിക്കുന്ന യാഗം നിയമപ്പെട്ടകത്തിന്മേലും അവിടെ തിരശീലമേലും ഒക്കെ തളിക്കുന്ന രംഗം നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ഇതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത് കൊണ്ട് അതിപരിശുദ്ധ സ്ഥലം നമുക്ക് വിലക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതാ നമുക്ക് ഇന്ന് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് കരുണ ലഭിപ്പാനും കൃപ പ്രാപിപ്പാനുമായിട്ട് നാം ധൈര്യത്തോടെ കൃപാസനത്തിന്
അടുത്ത് വരിക. ഈ ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ മഹാപുരോഹിതൻ വളരെ ഭയത്തോടും വിറയലോടും കൂടിയാണ് ഇസ്രയേലിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ പരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. അവൻ ആദ്യം സ്വന്തം പാപങ്ങൾക്ക് യാഗം വരുത്തണം, യാഗം കഴിക്കണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം നമ്മുടെ കർത്താവിൽ പാപമില്ലായിരുന്നു. എബ്രായലേഖനം 10-ാം അധ്യായത്തിലും അതുപോലെ അതിനോട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാപുരോഹിതൻ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ആദ്യം ഒരു കാളയെ യാഗം അർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ ഈ അതിപരിശുദ്ധ സ്ഥലത്തെ യാഗമർപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ യാഗരക്തവുമായിട്ട് പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. ആ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ കർത്താവിന് അങ്ങനെ ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. ആ പാപമില്ലാത്ത പരിശുദ്ധൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നത് കൊണ്ട് നമുക്ക് വിശ്വാസത്താൽ ശുദ്ധീകരണം പ്രാപിച്ച, നീതീകരണം പ്രാപിച്ച ദൈവമക്കൾക്ക് ഇന്ന് ഏത് സമയത്തും കൃപ പ്രാപിപ്പാനായിട്ട്, കരുണ ലഭിപ്പാനായിട്ട് ധൈര്യത്തോടെ അടുത്തിയെല്ലാം. ഒരുപക്ഷെ മഹാപുരോഹിതൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവനിൽ എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ അവൻ മരിച്ചു വീഴാൻ സാധ്യതയുണ്ട്. ആ മഹാപുരോഹിതൻ അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പുറത്തു നിൽക്കുന്നവർക്ക് ഒരു ശബ്ദം കേൾക്കാം. എന്താണ് പുറത്തു നിൽക്കുന്നത് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദം എന്നറിയാമോ? ഈ മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ ആ മാതളപ്പഴവും മണികളും ഇതിങ്ങനെ അതിന്റെ തൊങ്ങലിൽ തയ്ച്ചു ചേർത്തിട്ടുണ്ട്. ഇവൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവന്റെ ശരീരം അനങ്ങുന്നതായ സമയത്ത് ആ മാതളപ്പഴവും മണികളും ഇങ്ങനെ ചേർന്ന് തട്ടുന്നതായ സമയത്ത് ഈ മണിശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കും. ആ മണിശബ്ദം കേൾക്കുമ്പോൾ പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാകും മഹാപുരോഹിതൻ ജീവിച്ചിരിക്കുന്നു. മഹാപുരോഹിതൻ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷകൾ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. നമുക്ക് വേണ്ടി പക്ഷപാത ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മഹാപുരോഹിതൻ എന്നേക്കും ജീവിച്ചിരിക്കുന്ന മഹാപുരോഹിതനായതുകൊണ്ട്, മരണമില്ലാത്തവനായതുകൊണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ഏത് വ്യക്തികൾക്കും ഇവിടെ ഭൂമിയിൽ തന്റെ പക്ഷപാത ശുശ്രൂഷയാൽ, നമ്മുടെ യോഗ്യത കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് നിൽക്കുന്നത് ഞാനാകുന്നത് കൃപയാലാകണം. ദൈവത്തിന്റെ കരുണ കൊണ്ടും ദൈവത്തിന്റെ കൃപ കൊണ്ടും നമ്മുടെ അനേകവിധമായ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു തന്നു. ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നിലയിൽ യാഗപീഠത്തിന്മേൽ ചുറ്റും യാഗരക്തം തളിക്കണം. അടുത്ത വ്യവസ്ഥ എന്താണെന്നോ, അടുത്ത യാഗവിധം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിച്ച് കണ്ണമായി മുറിക്കണം. നോക്കണേ, ഇവിടെ യാഗമൃഗത്തെ അറുത്തു എന്ന് മാത്രമല്ല, അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ തോലുരിക്കണം. ഈ യാഗമൃഗത്തെ തോലുരിക്കണം. വലിയ ജോലിയാണ് ഈ യാഗപീഠത്തിൽ ചെയ്യുവാനായിട്ടുള്ളത്. ഒരു മൃഗത്തെ കൊന്നാൽ അതിന്റെ മാംസമായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തുമാത്രം ബന്ധപ്പാടുണ്ട്. ഇവിടെ യാഗമർപ്പിക്കുന്ന ആ അർപ്പകനും അവിടെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരും അവർ കൂടെ നിരന്തരമായിട്ട് യാഗമർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുവൻ പാപം ചെയ്തു, അവൻ യാഗമർപ്പിച്ചെന്ന് പോയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും അടുത്ത വ്യക്തി വരുന്നു, നിരന്തരമായിട്ട് യാഗമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഗം കഴിക്കുന്നതിന്റെ അവസാനം വന്നിരുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നാം തിരുവഴുത്തിൽ വായിക്കുന്നത് എന്താണ്? ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയുമായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും.
ഇന്ന് നമുക്ക് ചെറുവിരൽ പോലും അനക്കേണ്ട ആവശ്യമില്ല. ഒരു മൃഗത്തെ എന്നല്ല, ഒരു പക്ഷിയെ പോലും, ഒരു പ്രാവിനെ പോലും നമുക്കിന്ന് ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയത് കൊണ്ട് നാം ഇന്ന് എത്ര സന്തോഷത്തോടു കൂടിയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഒരു ബന്ധപ്പാടുമില്ല. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. എന്നിട്ട് പോലും സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്ന അനവധി ആളുകളുണ്ട്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം നമ്മുടെ കർത്താവിനോട് കടപ്പാടുള്ളവരായിരിക്കണം, എത്രമാത്രം വിശ്വസ്തരായിരിക്കണം. ഒരു നയാ പൈസ പോലും ചെലവാക്കാതെ വണ്ണം, ഒരമുഴം പോലും അരമൈൽ പോലും നടക്കേണ്ട ആവശ്യമില്ലാതെ വണ്ണം സൗജന്യമായി നമുക്ക് പാപക്ഷമ ലഭിക്കത്തക്ക നിലയിൽ എത്രയോ ആളുകൾ പാപപരിഹാരത്തിന് വേണ്ടി ബന്ധപ്പെടുന്നുണ്ട്. എത്ര മല കയറുന്നുണ്ട്, എത്ര നേർച്ചകൾ അർപ്പിക്കുന്നുണ്ട്, എത്ര കാഴ്ചകൾ അർപ്പിക്കുന്നുണ്ട്, എന്തുമാത്രം പണം ചെലവഴിക്കുന്നുണ്ട്, എത്രമാത്രം ശാരീരികമായ അധ്വാനം അതിന്റെ പിന്നിൽ കഴിക്കുന്നുണ്ട്. എന്നിട്ടും പാപമോചനം ലഭിക്കുന്നുണ്ടോ? എന്നിട്ടും അവർക്ക് പാപത്തിന് ക്ഷമ ലഭിക്കുന്നുണ്ടോ? ഒരിക്കലും അവർക്ക് അവരുടെ ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ അവരുടെ അധ്വാനം കൊണ്ട്, മാനുഷികമായ കർമ്മങ്ങൾ കൊണ്ട്, യാഗങ്ങൾ കൊണ്ട്, യോഗങ്ങൾ കൊണ്ട്, നേർച്ച കാഴ്ചകൾ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നില്ല. എങ്കിലും ഇന്ന് പാപപരിഹാരത്തിന് വേണ്ടി ബന്ധപ്പെടുന്ന ഒരു സമൂഹത്തെ നമുക്ക് കിട്ടുക. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സൗജന്യമായിട്ട് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല. കൃപയാൽ സൗജന്യമായി നമ്മെ നീതീകരിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായിട്ട് മുറിക്കണം. തോലിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു കറുത്ത കാളയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു വെളുത്ത കാളയാണെന്നിരിക്കട്ടെ, കറുത്ത കാളയാണെങ്കിൽ വെളുത്ത കാളയാണെങ്കിലും അതിനെ തോലുരിച്ചു കഴിയുമ്പോൾ അത് ഒരേ നിറമാണ്. അവിടെ പിന്നെ കറുത്തതും വെളുത്തതും വ്യത്യാസമില്ല. ക്രിസ്തുവിൽ നാം ഒന്ന് എന്നുള്ള സത്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിൽ നാം ഒന്ന് ദൈവത്തിനായി സമർപ്പിച്ചു കഴിയുമ്പോൾ അവിടെ കറുത്തതും വെളുത്തതുമില്ല. അവിടെ നിറവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, ഭാഷ വ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല, ദേശ കാല ഭാഷ വ്യത്യാസമില്ല. ക്രിസ്തുവിൽ ഒന്ന് തോലുരിക്കണം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവമക്കളെ സംബന്ധിച്ചോളം ജാതിയുടെ അടിസ്ഥാനത്തിൽ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ, നിറത്തിന്റെ വെളിച്ചത്തില്, സമ്പത്തിന്റെ വെളിച്ചത്തില് ഒക്കെ ആളുകളെ വേർതിരിച്ച് പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവസഭയിൽ നാം യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പള്ളിയിൽ ഒരാള് പൊന്മോതിരം ധരിച്ചുകൊണ്ട് വന്നാൽ അവനോട് സുഖേന ഇവിടെ ഇരുന്നാൽ എന്ന് പറയും. എന്നാൽ അഷ്ടിക്ക് വകയില്ലാത്തൊരുവൻ, ദരിദ്രനായ ഒരു വ്യക്തി വന്നാൽ അവൻ ആഹാരത്തിന് ഒന്നും കൊടുക്കുന്നില്ല, അവൻ ഉപജീവനത്തിനൊന്നും കൊടുക്കുന്നില്ല, ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാതെ നീ പോയി തീ കാഞ്ഞ് വിശ്രമിച്ചു കൊള്ളുക എന്ന് പറയും. തീ കാഞ്ഞ് വിശ്രമിച്ചു കൊള്ളുക. ഭക്ഷണമില്ലാതെ കയറി വന്ന വ്യക്തിയാ, വിശപ്പുള്ള വ്യക്തിയാ. പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെയും ചേർത്ത് നിർത്തുന്നതാണ് ദൈവസ്നേഹം. ക്രിസ്തുവിൽ നാം ഒന്ന് എന്ന് വ്യക്തമായി തോലുരിച്ച് അതിനെ ഖണ്ഡം ഖണ്ഡമായി പീസ എന്ന് പറഞ്ഞാൽ അംഗം പ്രത്യേകമായിട്ടുള്ള ഒരു സമർപ്പണത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീരുമ്പോൾ പ്രഥമമായിട്ട് യേശു കർത്താവിനെയാണ് ഈ യാഗം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ തന്നെ നമ്മെ തന്നെ സൗരഭ്യവാസനായ യാഗമായി അർപ്പിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കണം അർപ്പിക്കേണ്ടത് എന്നുകൂടെ നമുക്കൊരു മാതൃകയാണ് ഇതിവിടെ കാണിക്കുന്നത്. ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. ക്രിസ്തുവിൽ നാം ഒന്ന്. ക്രിസ്തുവിലുള്ള ഐക്യതയെ സംബന്ധിച്ച് എഫേസ്യരുടെ 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്, കർത്താവൊന്ന്, ആത്മാവൊന്ന്, എല്ലാവർക്കും പിതാവായവനൊന്ന്. അങ്ങനെ 7 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നാം ക്രിസ്തുവിൽ ഉള്ള ഐക്യതയെ വ്യക്തമാക്കിയാണ്. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാട്ടി. ഫിലിപ്പിലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഏക സ്നേഹം കൊണ്ട്, ഏക ഭാവമുള്ളവരായി എന്റെ സന്തോഷം
പൂർണ്ണമാക്കുകയും എന്ന് രേഖപ്പെടുത്തി. ക്രിസ്തുവിനുള്ള ഐക്യതയെ സംബന്ധിച്ച് വ്യക്തമായി നമുക്കിവിടെ കാണാൻ കഴിയും. ഞാൻ ആ ഭാഗം വിടുകയാണ്. അങ്ങനെ ഐക്യതയോടുകൂടെ തോടിരിക്കപ്പെട്ട യാഗം, ഖണ്ഡമായി മുറിക്കപ്പെട്ട യാഗം, പൂർണ്ണമായ സമർപ്പണം, സമർപ്പിക്കപ്പെടാത്ത ഒരു ഭാഗവും ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം സമ്പൂർണ്ണ ദഹനയാഗം. ഈ യാഗപീഠത്തോടുള്ള ബന്ധത്തിൽ അനുബന്ധ ഒരു ഉപകരണങ്ങളെ സംബന്ധിച്ചൊക്കെ നാം ചിന്തിക്കുമ്പോൾ അവിടെ മുപ്പല്ലിയും ചട്ടുകവും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. തളികേത്ത് കിണ്ണങ്ങളുണ്ട്, ചട്ടുകമുണ്ട്, അതുപോലെ മുപ്പല്ലിയുണ്ട്. എന്തിനാണ്? ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളാണ്. മുപ്പല്ലിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഈ മാംസം ഈ ചില ഭാഗങ്ങളൊക്കെ മാറിക്കിടക്കും, തീയിൽ നിന്ന് മാറിക്കിടക്കും. യാഗപീഠത്തിന് ഏതാണ്ട് 3 മുഴം ഉയരമാണുള്ളത്. യാഗപീഠത്തിന് 3 മുഴം ഉയരം എന്ന് പറയുമ്പോൾ 5 മുഴം വീതിയും 5 മുഴം നീളവുമുള്ള യാഗപീഠം, അതിന് ഉയരം 3 മുഴമാണ്. എന്നാൽ ആ 3 മുഴത്തിൽ 1.5 മുഴം താഴെയായിട്ട് ഒരു വലപ്പണിയുണ്ട്. ആ വലപ്പണിയിലാണ് ഈ വിറകടുക്കി ഈ മാംസം അതിലാണ് വെക്കുന്നത്. അപ്പൊ ഈ മാംസം അതിലേക്ക് വെക്കുമ്പോൾ ചില ഭാഗങ്ങള് മാറിക്കിടക്കും. ഈ മാറിക്കിടക്കുന്ന മാംസം കുത്തി അത് തീയിലേക്ക് ഇടണം. അതും സമ്പൂർണമായി ദഹിക്കണം. ഈ ഹോമയാഗത്തിന്റെ വ്യവസ്ഥ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് സമ്പൂർണ്ണ ദഹനയാഗമാണ്, സമ്പൂർണ്ണ ദഹനയാഗമാണ്. അതിനകത്ത് പുരോഹിതന്മാർക്കോ ശുശ്രൂഷ ചെയ്യുന്നവർക്കോ ഒന്നും ഒരു ഓഹരിയില്ല. അതേസമയം ഓഹരി ലഭിക്കുന്ന യാഗങ്ങളും ഉണ്ട്. അത് പിന്നാലെ നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് സമ്പൂർണമായിട്ട് ദഹിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അംഗം പ്രത്യേകമായിട്ട് പൂർണ്ണമായിട്ട് പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു ശരീരം എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു, എനിക്കായി ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നു, ഈ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്നുള്ള വാക്യമാണ് നമുക്ക് 40-ാം സങ്കീർത്തനത്തിൽ വായിക്കാൻ കഴിയുന്നത്. ഈ 40-ാം സങ്കീർത്തനത്തിൽ ചെവികളെ തുളച്ചിരിക്കുന്നു പറയുന്നത് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായമായിട്ട് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. 21-ാം അധ്യായത്തിൽ ഒരു എബ്രായദാസൻ, അടിമയായ വ്യക്തി, അവന് 6 വർഷം ആ യജമാനെ സേവിച്ചിട്ട് അവന് മടങ്ങിപ്പോകാം. ആ യജമാനെ സേവിക്കുന്നത് അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാം. എന്നാൽ ആ യജമാനെ നല്ല യജമാനായിട്ട് കണ്ട ആ ദാസൻ പറയുകയാണ്, യജമാനെ, എനിക്ക് അങ്ങയെ വിട്ടു പിരിയുവാൻ മനസ്സില്ല, ഞാൻ അങ്ങയുടെ ആ ജീവനാന്ത അടിമയായി കഴിഞ്ഞുകൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ ആ എബ്രായ ദാസനെ ആ കട്ടളക്കാരനോട് ചേർത്ത് നിർത്തി അവന്റെ കാത് കുത്തി തുളയ്ക്കണമെന്നാണ് വ്യവസ്ഥ. ഒരുപക്ഷെ ആ പശ്ചാത്തലത്തിലായിരിക്കാം ചെവി തുളയ്ക്കപ്പെട്ട ദാസൻ എന്നുള്ള നിലയിൽ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ബോൺ സെർവന്റ്, ഒരു പൂർണ്ണമായിട്ട് അടിമയാക്കപ്പെട്ട യജമാൻ എന്ത് പറയുന്നു അത് പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ വിധേയപ്പെട്ട് കൊടുക്കുന്ന ഒരു സമ്പൂർണ്ണ അനുസരണമുള്ള ദാസൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ആ നിലയിൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. സമയമായതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ ശരീരം അവന് യാഗമായിട്ട് അർപ്പിക്കുവാൻ വേണ്ടി ഒരു ശരീരം ഒരുക്കപ്പെട്ടു. ചെവി തുളയ്ക്കപ്പെട്ട ദാസനെ പോലെ സമ്പൂർണ്ണ യാഗമായി സമർപ്പിക്കുവാൻ ഒരു അടിമയെ പോലെ ഇതാ ഞാൻ വരുന്ന പുസ്തകം ഉന്നയിച്ചു. ആ നിലയിൽ സമ്പൂർണമായി ദഹനയാഗമായി ക്രൂശിൽ അർപ്പിക്കപ്പെട്ട കർത്താവ് ഈ വിധം നമ്മൾ പഠിക്കും. യാഗവിധം എല്ലാം നമ്മൾ ചിന്തിച്ചില്ല, സമയം പോയിന്റ് എന്നോട് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പൂർണ്ണ ദഹനയാഗമായി അർപ്പിക്കപ്പെട്ടുവെങ്കിൽ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിനുള്ള ആ വചനമനുസരിച്ച് നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, സമർപ്പിക്കുവാൻ, ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിച്ച് നിർമ്മല മനസാക്ഷിയോടുള്ള കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതാകട്ടെ. കർത്താവിന്റെ വിലയിൽ നാം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. സ്വർഗത്തിലെ അനേകം സുരവാനം നിർവാചന സ്നേഹിപ്പാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കിയവർ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. ഇന്ന് പ്രിയ ദേവദാസരുടെ നാം കേട്ടതായ വിഷയം യാഗം എന്നുള്ളതാണ്, ഹോമയാഗം എന്നുള്ള വിഷയമാണ്. ഹോമയാഗം അഥവാ ദഹനയാഗം, അതിനെപ്പറ്റി അതിൻ്റെ ഹോമയാഗത്തിൻ്റെ വ്യവസ്ഥകളെ പറ്റിയും യാഗവിധങ്ങളെ പറ്റിയാണ് ഇന്ന് പ്രധാനമായിട്ട് നാം കേട്ടത്.
നമുക്ക് ഒന്നുമില്ലാത്ത ആളായിരിക്കണം, പാവമില്ലാത്തതായിരിക്കണം ഹോമയാഗ വസ്തു എന്നുള്ളത് നമുക്ക് കേൾക്കുകയുണ്ടായി. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് സ്വമേധയായി അർപ്പിച്ച കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. അതുപോലെ യാഗത്തെ പറ്റി പറയുമ്പോൾ അനേകാരം ഓർപ്പിക്കുകയുണ്ടായി. അപ്പം തന്നെ അതിന്റെ തലയിൽ കൈവയ്ക്കണം, ആ മൃഗത്തെ അറുക്കണം. പിന്നീട് പുരോഹിതനാണ് ബാക്കിയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അതിന്റെ തോലിരിക്കണം, കണ്ണുമായി മുറിക്കണം. ഇതൊക്കെയും നമുക്ക് കാണാനായി കഴിയുന്നത് ക്രിസ്തുവിൽ നാം എന്നുള്ള കാര്യവും സമ്പൂർണ്ണ സമർപ്പണം എന്നുള്ള വിഷയമൊക്കെയാണ് നമുക്ക് കേൾക്കുകയുണ്ടായി. സമ്പൂർണമായ ഒരു ദഹനയാവത്തെയാണ് നമുക്ക് കാണാനായി കഴിയുന്നത്. കേൾപ്പിച്ച എല്ലാ വനത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവം ദിവസം അടുത്ത ആഴ്ച ഇതേ ദിവസം ഈ സമയം നമ്മുടെ ക്ലാസ് ഉണ്ടായതാണ്. ഇന്ന് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ അവരിൽ സംസാരിച്ച ദേവദാസുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ സക്രിയ സേവനം പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ബുധനാഴ്ച വൈകിട്ടും സഭയുടെ ശുശ്രൂഷയായി ബൈബിൾ സ്റ്റഡിയിൽ കർത്താവെ ഇത്രയും പേർക്ക് കടന്നു വരുവാനും കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാനും അവിടെ ഞങ്ങളെ ഇടയാക്കിയതിനായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഈ ലേവ്യ പുസ്തകത്തിൽ നിന്നാണല്ലോ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദഹനയാഗത്തെ പറ്റിയാണ് ഞങ്ങൾ ചിന്തിച്ചത്. ഇന്ന് വിശേഷാൽ കർത്താവെ ആ യാഗവ്യവസ്ഥകളും അതുപോലെ യാഗവിധവും അതുപോലെ ആ രക്തം അത് ചുറ്റും തളിക്കണം എന്നുള്ള ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ശ്രവിക്കുകയുണ്ടായി. കർത്താവെ, പിതാവിൻ്റെ പൂർണ്ണ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഈ ഭൂമിയിൽ തൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്നു. സ്വർഗത്തിൽ നിന്ന് ആ ശബ്ദം ഉണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതേ പിതാവ് പ്രസാദിച്ച ഒരു യാഗമായിരുന്നു പുത്രൻ്റേത്. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടു. കർത്താവെ, ആ മൃഗത്തിന്മേൽ കൈവച്ചുകൊണ്ട് കർത്താവെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം അത് ഏകീഭവിച്ചുകൊണ്ട് കർത്താവെ, അത് ഞങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചതെന്ന് ഓർത്തുകൊണ്ട് ആ യാഗത്തിൽ പിതാവായ ദൈവം കർത്താവെ പൂർണ്ണമായി പ്രസാദിച്ച ഒരു യാഗമായിരുന്നു. അതേ കുഞ്ഞാടിൻ്റെ രക്തം ഞങ്ങളുടെ സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്യുന്നു. ഈ അനേക കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ദൈവത്തിന് മുമ്പാകെ ദേവദാസനെ കൂടി ശ്രയിപ്പാൻ അവിടുന്ന് ഇടയാക്കി. ഞങ്ങൾ കേട്ട വചനം ഞങ്ങൾക്ക് ആത്മീയവർദ്ധന വരുന്ന വചനം. അത് വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഞങ്ങളുടെ കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചു സേവിച്ചുകൊണ്ടും ഈ ഭൂമിയിൽ ജീവിപ്പാൻ, അവനെ കൂടുതൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് കേട്ട വചനം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയദാസനെയും ദൈവവചനം ശുശ്രൂഷിപ്പാൻ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു. ആത്മാവിനാൽ നിറയപ്പെട്ട് കർത്താവിൻ്റെ വചനം കർത്താവെ ശക്തിയോടും ബലത്തോടും സംസാരിപ്പാൻ അവിടുന്ന് ദാസനെ ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. ദാസനെ ധാരാളവും സമൃദ്ധിയായി അനുഗ്രഹിക്കണം. വരും ദിവസങ്ങളും ഈ ശുശ്രൂഷ കർത്താവെ ചെയ്യുവാൻ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മഹത്വത്തേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ അതിമഹത്തുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സുവാസവും നാം എല്ലാവരോടും നാം കേട്ട വചനത്തോടും വചനം സംസാരിച്ച പ്രിയദാസനോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.